രണ്ട് ദിവസമായി നമ്മുടെ കുഞ്ഞുകുട്ടന് ചെറിയ ചെറിയ വാശികളൊക്കെ ഉണ്ട്. താഴെ കിടക്കാനൊക്കെ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ലച്ചുകുട്ടി പറഞ്ഞ അമ്മേ എനിക്കൊരു പേന വേണം. അപ്പോഴാണ് ഞാനും വിചാരിച്ചത് എനിക്ക് മിഷീന് 2-3 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ലച്ചുകുട്ടി കടയിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ 2 പപ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മേ ഞാൻ ചായ വെക്കാം, അമ്മ കിച്ചുകുട്ടനെ എടുത്തിട്ട് അടുക്കളയിലേക്ക് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതേപോലെ തന്നെ ലച്ചുകുട്ടി ചായയും വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും കുഞ്ഞുകുട്ടന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ ഉണ്ട്. അടുക്കളയിൽ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നിന്നാൽ മതി കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ചിരിയും കളിയും ഒക്കെയാണ് കേട്ടോ. കിച്ചൂട്ടൻ്റെ ചേച്ചിക്കുട്ടിയാണെങ്കിലും നല്ല മിടുക്കി കുട്ടിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് തരും. അതേപോലെ തന്നെ അവളുടെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ പാലൊന്നും വാങ്ങിച്ചില്ല അമ്മേ, ഞാൻ പാല് വാങ്ങണമെന്ന് വിചാരിച്ചു, മറന്നുപോയി. അപ്പോൾ നമുക്കൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അതേ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാനും കിച്ചുകുട്ടനെ നോക്കിയിരിക്കുന്നതിനിടയ്ക്ക് അവൾ ചായയൊക്കെ വെച്ചു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അതാണ് കേട്ടോ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷം. കിച്ചുകുട്ടനാണെങ്കിൽ ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആപ്പിളൊക്കെ പുഴുങ്ങി അടിച്ചു കൊടുത്തു. അങ്ങനെ ചൂടുള്ള സാധനം അല്ലാണ്ട് നമ്മുടെ ചക്കരക്കുട്ടനൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ.